ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നെനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദി. അപ്പോൾ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം ഇന്നലെ നമ്മൾ പാമ്പൻ പാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ആ പാലത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ഇന്നത്തെ പത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ പത്രത്തിൽ നമുക്കൊരു വാർത്ത ഇവിടെ കാണാം. വേനൽ എത്ര കടുപ്പമാകില്ല എന്ന്. ഇത്തവണത്തെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തവണ ചൂടത്ര കാണില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത്തവണ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് അത്രയ്ക്ക് ചൂട് വരില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലും മാർച്ചിലെ പോലെ 36 ഡിഗ്രി സെൽഷ്യസ് താപനില തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ പകല് താപനില ഉയരുന്നുണ്ടെങ്കിലും ഭൂമിയിലെ ജലാംശം കാരണം അത് ചൂടത്ര വരുന്നില്ലെന്നാണ് ഇപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ പത്രത്തിൽ ഒരു ദുഃഖവാർത്ത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു കൊച്ചുകുട്ടിയെ 3 വയസ്സുള്ള ഒരു കുട്ടിയെ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ അത് എഴുതിയിരിക്കുന്നത് തെരുവുനായക്ക് എന്തോ വാക്സിൻ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇത് വിഷബാധ അങ്ങനെ തന്നെ ഉണ്ടാവാതിരിക്കാൻ. ഇന്നലത്തെ പത്രത്തില് നമുക്ക് ടൂർ പോകാൻ പറ്റിയ ഒരു സ്ഥലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉളവയ്പ് വ്യൂ പോയിന്റ് ആയിരുന്നു. അത് ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പത്രത്തിൽ തന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുട്ടനാടാണ്. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടനാടിന് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് അതിന്റെ റൂട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോകണമെന്നുള്ളവര് പോയി കാണണേ. പിന്നെ നമ്മൾ സപ്ലിമെന്ററി എടുത്ത് ഞായറാഴ്ച പത്രത്തിന്റെ കൂടെ കിട്ടുന്ന ഈ സപ്ലിമെന്ററി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 2ാമത്തെ പേജ് നിറങ്ങളുടെ സക്കൂറ എന്ന് പറയുന്നൊരു ഹെഡിങ് നമുക്ക് കാണാം. അത് ജപ്പാനിലെ ചെറി ബ്ലോസം സീസൺ ആണ്. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. മാർച്ച് തുടങ്ങി ഏപ്രിൽ അവസാനം വരെ ആട്ടോ ഈ സീസൺ ഉള്ളത്. ദിവസങ്ങൾ മാത്രമേ ഈ പ്രകൃതി ഒരുക്കുന്ന ഈ വർണ്ണ വിരുന്ന് ആയുസുള്ളൂ. അപ്പം ടോക്കിയോ, ക്വാട്ടോ, സോക്ക തുടങ്ങിയ നഗരങ്ങളിൽ മാർച്ചിൽ പൂക്കൾ വിരിയുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ജപ്പാനിലെ ഈ ചെറിപ്പൂക്കളിൽ പഴങ്ങൾ ഉണ്ടാവത്തില്ല. പിന്നെ ചില പാർക്കിലൊക്കെയാണ് ഇതിന്റെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ. ഇതൊക്കെ ഉണ്ടാകുന്ന പ്രസിദ്ധമായ സ്ഥലങ്ങൾ ചില പാർക്കാണ്. ഇതിൽ കുറെ പാർക്കിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ വായിച്ചു വരുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള ഇതിലാണ് ഞാനത് വായിക്കാത്തത്. കുറെ പാർക്കിന്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഏപ്രിൽ മാസത്തിലാട്ടോ ഈ ജപ്പാനിലെയൊക്കെ സ്കൂളുകൾ തുറക്കുന്നത്. നമുക്ക് ജൂണിൽ തുറക്കുക, അതുപോലെ ഏപ്രിലാണ് അവിടെ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജപ്പാനിലെ ചെറി ബ്ലോസത്തെ കുറിച്ച്. നമുക്കിനി ഈ ചെറിയുടെ അപ്പുറത്തെ പേജ്, അതായത് 3ാമത്തെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണാം ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നന്ദി എന്നൊരു താങ്ക് യു എന്നാണ്. ടാങ്ക് എന്ന പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കരെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന കേട്ടോ. അപ്പം ചെയ്തു തന്ന ഉപകാരത്തെ പറ്റി ചിന്തിക്കുന്നു, അത് ഞാൻ ഓർത്ത് വയ്ക്കുന്നു എന്ന അർത്ഥമാണ് ഈ പദത്തിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ താങ്ക് യു പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നാളത്തെ പത്രത്തിലെ വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ ബൈ.